രോഗമൊന്നുമില്ല ഉമ്മറെ. ചുറ്റിവളമില്ലാതെ പറ ആചാര്യ. ഉമ്മറെ ഇങ്ങടെ മോള് റസിയനെ കൊണ്ട് ഇമ്മടെ അനന്തരവും കുഞ്ഞാപ്പൂനെ നിക്കാഹ് കഴിപ്പിക്കുന്ന കാര്യം ആലോചിക്കാനാണ് നമ്മൾ വന്നത്. എന്താ ആചാര്യ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ? ചെറുക്കനും പെണ്ണും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങടെ സമ്മതമാണ് നമുക്ക് അറിയേണ്ടത്. ആചാര്യ ഉള്ളത് പറയാലോ. ഞാനൊരു പാവം കച്ചവടക്കാരനാണ്. നിങ്ങളെ പോലെയുള്ള ഒരു പ്രമാണിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ള മുതലും പണ്ടൊന്നും എന്റെ കയ്യിലില്ല. ശ്രീധരത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയണത്. അതൊരു 25 പവനും 2 ലക്ഷം റുപ്യയും എന്താ പോരെ കൂട്ടി പറയാ. താനെന്താ പുളിയാങ്കൂന്നാരെ പറ്റി വിചാരിച്ചത്? നിങ്ങളുടെ സ്ത്രീനെ കൊണ്ട് ജീവിക്കാൻ വന്ന ചെറ്റകളാണെന്നാ എന്റെ അനന്തരം നിങ്ങളുടെ മോളെയാ ചോദിച്ചത്. അതിന് സമ്മതമാണോ? അതാ നമുക്ക് അറിയേണ്ടത്. എന്നാലും ചെക്കനെ കണ്ട് നമ്മളൊന്ന് സംസാരിച്ച് തീരുമാനം എടുക്കുന്നതല്ലേ ഹാജരെ നല്ലത്. എന്നാ നമ്മുടെ കുടുംബത്തിൽ ആ രീതിയല്ല. ഞാൻ തീരുമാനിച്ച ഓ അനുസരിക്കും, ഓൻ തീരുമാനിച്ച ഞാൻ അനുസരിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് കൈ കൊടുത്ത് വാക്ക് പറയണം. എന്നാലും ചെക്കനെ ഞങ്ങളൊന്ന് കാണാണ്ട് സംസാരിക്കാണ്ടും. നിങ്ങൾ ഇങ്ങോട്ട് വരി. ഉമ്മറെ ഇത് പഴയ കാലമൊന്നുമല്ല. നിങ്ങളുടെ മോളും ഉമ്മടെ അനന്തരവും തമ്മി കഴിഞ്ഞ 16 വർഷമായി സ്നേഹത്തിലാണ്. അതിന് ആചാര്യ ഓക്ക് 21 വയസ്സല്ലായിട്ടുള്ളൂ. 16 വർഷം എന്ന് പറയുമ്പോ 5ാമത്തെ വയസ്സ് മുതൽ പ്രേമോ പടച്ചോനെ. അതേന്ന് 5ാമത്തെ വയസ്സില് ഓളെ പോളിയോ കുത്തിവെപ്പിന് ചക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഓളെ അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ച കല്യാണപ്പുര വെച്ച് കണ്ടപ്പോ നിക്കാഹ് ഉറപ്പിച്ചു. കാരണവന്മാര് നമ്മളിപ്പോ നടത്തി കൊടുത്തില്ലെങ്കിൽ വിഷമടിക്കാൻ ഒളിച്ചോടാ. എന്റെ മാനം പോണ കാര്യ. എങ്കിൽ ഞമ്മള് ഇങ്ങനെ വാക്ക് വിശ്വസിച്ച് സമ്മതിച്ചിരിക്കണം.